ഗുഡ് മോർണിംഗ്. ഇപ്പോൾ എണീക്കുകയാണ്. പിന്നെ എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ നമ്മളെ വീഡിയോയിലേക്ക്. കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ സ്വാഗതം ചെയ്യണത് നമ്മളെ ഈ കട്ടിൽമക്ക ആകെ അലങ്കോലാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ നന്നാക്കി എടുക്കണം ഗായ്സ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കട്ടെ. വല്ലാത്തൊരു ഗതികേടായി ഗായ്സ്. നിങ്ങളെ വരിയിലൊക്കെ നിങ്ങളെ മാപ്പിളാരാണോ ഗായ്സ് ഇതൊക്കെ ചെയ്തു തരല്? ഇപ്പോൾ പറയുന്നൊരു കമൻറ്റുകൾ ഇട്ടായിരുന്നു കേട്ടോ. നിങ്ങളെ വീട്ടിൽ നിങ്ങളെ ഭർത്താക്കന്മാരാണോ ഇത് ചെയ്യൽ എന്നുള്ളത്. ഇതിലേറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഈ കടക്കാന്ന് പറഞ്ഞാൽ പെരും കനലാണ്. ഇത് ലെവലാക്കിയിടാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെരും കനലൊക്കെ അടക്കി എങ്ങനെ എനിക്കൊരു ഐഡിയ കിട്ടിയില്ല എപ്പോഴും. ഏതായാലും അങ്ങനെയൊക്കെയാണ് കണ്ട്. ചായ കുടിച്ചിട്ടില്ല, വണ്ടി നന്നാക്കാൻ വണ്ടൂർ അങ്ങാടി പോകണം. എന്തൊക്കെ പരിപാടികൾ ഉണ്ടായി കഴിഞ്ഞ് നിലമ്പൂർ പോകണം. അങ്ങനെ ഇതൊക്കെ തട്ടി വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാനേ അടുക്കളയിൽ കൂടെയൊക്കെ ഒന്ന് പോയോക്കട്ടെ. എനിക്ക് എത്തവിടെ പണി? എനിക്കൊരു പണിയില്ല. ഈ കൊട്ടയും കൊണ്ട് കുറേ നേരമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് എത്ര പണ്ടൊക്കെ പരിപാടി? പറ. കൊട്ട വാഷ് ചെയ്യേ? അപ്പൊ എന്റെ ഈ ഡ്രസ്സ് എന്നോട് ഞാൻ ഇവിടെ അല്ലേ എന്ന് പറയലെടുത്ത് ഇതൊക്കെ വാഷ് ചെയ്തോ? ചായ വേണ്ട, ഞാൻ ഡയറ്റാണ്. എനിക്കറിയില്ലേ, പക്കാ ഡയറ്റ്. ഇതിന്റെ വണ്ടി ആയി തരുമോ? പുറത്ത് പോയി കഴുകാണെന്നുണ്ടെങ്കിൽ അതിന് കൊടുക്കണം 500 റുപ്യ. ഇത് ചെയ്ത് തരുമോ? ഇത് കഴിക്കുകയാണെങ്കിൽ എനിക്ക് 1000 തരും. ഇന്നലെ കുറേ സാധനം വാങ്ങി തന്നല്ലേ അമ്മ? ആരമ്മ ഈ കിടക്കണത്? ആരപ്പ ഈ കിടക്കണത്? ചായക്കത്താ കടി? ചായക്ക് ദോശ. ദോശ നാട്ടിൽ അപ്പം എന്നറിയും. കറിയോ? കടലക്കറി. പിന്നെ കല്ലുമ്മക്കായ ഉണ്ട്. ഉണ്ടാക്കിയത്? ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടാക്കില്ല നമ്മള്. ഉണ്ടാക്ക് കാണിച്ചാ കല്ലുമ്മക്കായ. അത് ഫ്രിഡ്ജിലാ. ആയിക്കോട്ടെ. എടുത്തിട്ടില്ല. എത്ര ദിവസമായി വാങ്ങിയിട്ട്? 3 ദിവസമായി. 3 ദിവസമായി കായ്ച്ച് ഞങ്ങളുടെ കല്ലുമ്മക്കായ വാങ്ങിയിട്ട്. ഇപ്പോഴത് എന്താക്കണം എന്നുള്ളത് മൂപ്പത്തിക്ക് അറിയില്ല. ഒന്നുണ്ട് അത് റോഡ് സൈഡിൽ ഇങ്ങനെ മൂപ്പത്തിയല്ലോ. അങ്ങനെ റോഡ് സൈഡിൽ ഒന്നും കാണാൻ പറ്റില്ല. കാണുമ്പോൾ തന്നെ അത് നമ്മളെ പോക്കറ്റില്ലത് അങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് ആ വാങ്ങിയ സാധനം ഇനിയിപ്പോൾ ഇവിടെ മൂലൊക്കെ കിടന്ന് കേടുന്ന് നശിച്ച് ഭണ്ടറാണെങ്കിൽ പോയാലും വേണ്ടില്ല. ഒക്കെ അങ്ങനെയൊക്കെയാണ്. ആളുകൾക്ക്, കച്ചവടക്കാർക്ക് ഭയങ്കര സേവനമാരം ചെയ്യും. വാങ്ങണ സാധനം നമുക്ക് ഉപകാരം ഉണ്ടോ ഇല്ല എന്നുള്ളത് മൂപ്പത്തി നോക്കൂല. അല്ലാത്ത നായി തന്നെയാണ്. അടക്ക അത് നോക്കട്ടെ. ഏതാണ് കല്ലുമ്മക്കായി? ഫ്രിഡ്ജിൽ ഇങ്ങനെ കവറിലാക്കി വെച്ചാണ്. അത് ശരി, അങ്ങനെയൊക്കെയല്ലേ കാര്യം. ഇതിന്റെ ഈ ഐസും കട്ട അലിയാൻ വേണ്ടിയില്ല കുഞ്ഞോളെ, അതിനല്ലേ? അതിന് വേണ്ടിയുള്ളത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇന്ന് കല്ലുമ്മക്കായ കഴിക്കാട്ടോ. നിങ്ങളും വരുന്നുണ്ട് നമ്മളെ കൂടെ കഴിക്കാൻ. നിങ്ങൾക്കും കാണാം. കോഴിക്കോട് മോഡൽ കല്ലുമ്മക്കായാണ് കുഞ്ഞോൾ ഉണ്ടാക്കുക. കുഞ്ഞോള് കോഴിക്കോട്ടായിരുത്തല്ലേ? ഇത് റോസ്റ്റിനാണല്ലോ കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് മോൾ എന്തൊക്കെ വേറെ ഉണ്ടാക്കും? കല്ലുമ്മക്കായ കോഴിക്കോട് സ്റ്റൈലിൽ എന്തൊക്കെ ഉണ്ടാക്കും? ഉണ്ടാക്കും അല്ലേ? നമുക്കൊരു ഹോട്ടൽ തുടങ്ങിയാലോ? അതെ, പറയാൻ തുടങ്ങിയിട്ട് 6 കൊല്ലമായിക്കണ് തുടങ്ങണമെന്ന്. എന്നാൽ നമ്മൾ ഇപ്രാവശ്യം തുടങ്ങിയിരിക്കും അല്ലേ? എനിക്ക് വണ്ടൂരങ്ങാടി വരെ ഒന്ന് പോകണം. പിന്നെ അപ്പോൾ ഒന്ന് കുളിച്ച് മാറ്റി പോട്ടെ. എന്നിട്ട് ബാക്കി നമുക്ക് വന്നിട്ട് കാണുക. എവിടെ നമ്മളിവിടെ ഉണ്ടല്ലോ. നിങ്ങൾ നമ്മളെ കൂടെ വന്നാൽ മതി. നമ്മൾ എന്നും ഇവിടെ ഉണ്ടാവും. അല്ല ഞങ്ങൾ അങ്ങനെയല്ല അതിൻ്റെ ഇത്? തീർച്ചയായിട്ടും. ഓന് നമ്മളെ കൂടെ ഉണ്ടായാൽ മതി. പിന്നെ അത്തൊക്കെ വർത്താന സുഖമല്ലേ? ശരിയായിക്കോളും, ഒക്കെ ശരിയാകും. എല്ലാവർക്കും ഒരു ദിവസം ഉണ്ടാവും. മറാമാർക്ക് എനിക്കും കുഞ്ഞോക്കും ഒരു ദിവസം ഉണ്ടാവും. ഇല്ല ഞങ്ങളെ അല്ല അപ്പം എന്താ പറയാ അല്ലേ? തീർച്ചയായിട്ടും. നിങ്ങളെ എന്നാ മാസ്ക് വരാ? ഞാൻ പറയണന്നോ? പച്ചാ കുറ്റം ഞാൻ പറയണന്നോ? ഞാൻ പറയണ അന്നേ മാസ്ക് വരുള്ളൂ. ഞാൻ പറഞ്ഞോട് ഇന്ന് മാസ്ക് മാറ്റാൻ പറയണ. മാറ്റുമോ? ഞാൻ എന്നോട് ഇപ്പം മാസ്ക് ഊരാൻ പറയാണ്. ഇത് ചെയ്യൂലേ? മാറ്റൂല. എന്താ തജിച്ച് ഒരു വില നിൽക്കണത്? ഇതെന്താ കുഞ്ഞോളെ എനിക്കൊരു വില നിൽക്കണത് അവിടെ? മാറ്റും കാക്കോറെ. നമ്മളെ കുഞ്ഞോളാത് കേട്ടോ. കുഞ്ഞോള് തേഞ്ഞിപ്പലം, കുഞ്ഞോളെ പള്ളിക്കോസാറ് അല്ലേ?
എന്നായിക്കോട്ടെ, ഓളെ ഇവിടുത്തെ പണികളൊക്കെ എടുത്തോട്ടെ. മറ്റെന്താന്നോ, ക്യാമറ ഓഫാക്കി കഴിഞ്ഞ അവസാനം പൊങ്കാലച്ചകാരം കിട്ടുക. എന്തിനാ നന്ദേ അങ്ങനെ പറയാം? നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടല്ലോ എൻ്റെ പണി ഇവിടെ നേരം വെക്കിയത്. ഇതേ കാരം പറയാം. ഞാൻ നിർത്തിന് അതൊക്കെ കേൾക്കാൻ നിൽക്കണത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ചിരിയും കളിയെ കാണുമ്പോൾ ഓ എന്തോ ഒരു ചിരിയും കളി പോലെ. ഇവിടെ ഇപ്പം ഒരു ഭദ്രയുദ്ധം കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ? ഭദ്രയുദ്ധ കളം തന്നിൽ പടവെട്ടി വിജയിച്ച പാടു ഞങ്ങളെ അത് കിട്ടുമല്ലോ. എന്നായിക്കോട്ടെ മക്കളെ, ഞങ്ങൾ പിന്നെ വരട്ടോ. കാരണം എന്താണോ, ഇത് ഓഫാക്കിയതിന് ശേഷം കുഞ്ഞോക്ക് ഇഞ്ഞ കുനിച്ച് നിർത്തി 2 ഇഞ്ചി കുത്ത് കുത്താണ്ട് പുറത്ത്. കാരണം ആദ്യം ഡിസ്റ്റർബാണ് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ട് ഓളം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനൊക്കെ കിട്ടലുണ്ട്, വേറൊരു വിഷയം. എന്നാലും വേണ്ടില്ല, നമ്മളെ കാര്യങ്ങൾ നടക്കണമല്ലോ. നമ്മൾ ഇങ്ങനൊരു വാക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഉണ്ടാകും എന്നൊരു വാക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിവിടെ എന്ത് അടിയും കുത്തും ചവിട്ടും കൊണ്ടാലും വേണ്ടില്ല, നമ്മളിവിടെ ഉണ്ടാവും. അത് ഞാൻ എനിക്ക് നിങ്ങളിലൊരു ഉത്തരവാദിത്തമാണ്. അത് ഞാൻ നിറവേറ്റിരിക്കും. കൊക്കിന് ജീവല്ല കാലത്തോളം കേട്ടോ. ഈ മൈക്ക് ഞാൻ ഇവിടെ വെറുതെ വെച്ചല്ല കുഞ്ഞോളെ. എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ പറയാന്നില്ല നിലക്ക് വെച്ചാണ്. എവിടെ ഞാൻ ആ ക്യാമറ അതിലെ കൊണ്ടുപോയപ്പോൾ ജുണ്ടിയും അതൊക്കെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. ഒക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. പറഞ്ഞു ഇതിൽ കുറ്റം പറയണോ? എന്നായിക്കോട്ടെ കഴിച്ച് ഞാൻ വണ്ടൂരങ്ങാടി കൂടെ ഒക്കെ ഒന്ന് പോയി വരട്ടോ. ശരി എന്നാ. പുറം കാഴ്ച ഓള് പുറം കാഴ്ച കാണിച്ചാൽ മതി. എന്നാ പിടിച്ചാ ഈ ക്യാമറ പിടിച്ചാ പുറം കാഴ്ച. അതാ കാണുന്നുണ്ടാ പുറം കാഴ്ച? ഇവിടെ എന്തെങ്കിലും കാഴ്ച ഉണ്ടോ? അത് ശരി. അതൊക്കെ എത്താ ഇത്. കുഞ്ഞോ ഞാൻ വിചാരിച്ച കുഞ്ഞോള് പുറം കാഴ്ച അറിയാം എൻ്റെ പുറമാണ് കരുതിയത്. അപ്പോൾ ഇതാണ് നമ്മളെ പുറം കാഴ്ചകൾ. അതൊക്കെ നമുക്ക് വിശദമായിട്ട് കാണാക്കളെ. ഞങ്ങളെ ഇതാ പൂച്ച, ഇത് ഇവിടുത്തെ പൂച്ചാണ്. പുറം കാഴ്ച എന്ന് പറയുന്നതൊക്കെ തന്നെ ചുമരുമ്പ കൂടെ എറുമ്പുണ്ട്, പിന്നെ നമ്മളെ തോട്ടത്തിൽ കൂടെ റബ്ബറുണ്ട്, മാങ്ങാമൂച്ചയുണ്ട്, മുറ്റത്ത് പൂച്ച ഉണ്ട്, പിന്നെ കുറച്ച് ചകിരി ഉണ്ട്, പിന്നെ അവിടെ കുറച്ച് ഓട് കൂട്ടിയിട്ടിക്കണ്. ഇങ്ങനെയുള്ള കാഴ്ചകളല്ലേ കുഞ്ഞോളെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത്? പുറം കാഴ്ച എന്ന് ഉദ്ദേശിച്ചത്. പിന്നെ അതാ കുറച്ച് വണ്ടുണ്ട്. വണ്ടിനെ തിന്നാൻ കുറച്ച് എറുമ്പുക്കൾ വന്നിട്ടുണ്ട്. പക്ഷെ എന്ത് തന്നെ വന്നാലും വിട്ടു കൊടുക്കൂല എന്നുള്ള വീറും വാശിയോടെ വണ്ടും ഓലിട്ട് പോരാടുന്നു. ഒറ്റയാൻ പോരാളിയായിട്ട് വണ്ടും പോരാടിക്കൊണ്ടിരിക്കുന്നു ലക്ഷക്കണക്കിന് എറുമ്പുകളോടെ കൂടെ. ഇത് കാണുന്നുണ്ടോ കുഞ്ഞോളെ? എന്ത് കാണുന്നുണ്ട്? കണ്ടോ? ഇജ്ജല്ല എൻ്റെ വല്യാപ്പ് വന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വണ്ടും ഇത്രയും കണ്ട എറുമ്പുകളിട്ട് ഒറ്റക്ക് പോരാടുകയാണ്. ഏതായാലും ഇപ്പോൾ 1, 2, 3 വട്ടായി ഇപ്പം അങ്ങോട്ട് പറയലെടുത്തിട്ട് വണ്ടൂരൊന്ന് പോകണം. ഇനി പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നമ്മളെ തെറി വിളിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ ശരിക്കും വണ്ടൂർ പോവുകയാണ് കേട്ടോ. അല്ല അപ്പോൾ വണ്ടൂരങ്ങാടി ഇങ്ങോട്ട് വരൂലല്ലോ ഞങ്ങളെ. ഞങ്ങളെ ഇന്നിപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? ഇന്നിപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കാരണം ഇതുണ്ടാക്കുക? മുണുങ്ങാണ്ടാക്കുക കല്ലുമ്മക്കായ റോസ്റ്റ് ആയിക്കോട്ടെ. എന്നാൽ അതെങ്കിൽ അത് പറ്റുമെങ്കിൽ കുഞ്ഞോളെ ധൈര്യമായിട്ട് ഉണ്ടോക്കെ. ഇത് മാസ്ക് ഇട്ടിട്ടില്ലേ? ഒരാളെ എനിക്ക് പൊടിച്ചിട്ട് ആവശ്യമില്ലല്ലോ. ഇങ്ങോട്ട് പോയിക്കോ. മാസ്ക് ഇട്ടിട്ടില്ലേ? ജയിറ്റുള്ള കൂടെ കൊഞ്ഞണം കാട്ടിയ ഇഞ്ഞോ കാട്ടിയാൽ മതി. കാട്ടിക്കോ, ധൈര്യമായിട്ട് കാട്ടിക്കോ. കാട്ടുണ്ടാവും. ഓള് 1, 2 പറഞ്ഞാൽ കൊഞ്ഞണം കാട്ടുന്ന സൈസാ. അപ്പോൾ ഈ ഇതിൽ കൂടെയൊക്കെ ഇപ്പോൾ 150 വട്ടം ഞാൻ കൊഞ്ഞണം കാട്ടിയിട്ടുണ്ടാവും. കാട്ടിക്ക കാണൂലല്ലോ. കാട്ട് കുഞ്ഞോളെ. കുറവാണ് ഓളെ. കുറവ് വിട്ടിട്ടില്ല കാഴ്ച. ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാം. നമ്മളെ കജ്ജിലല്ലേ കിട്ടിയിരിക്കണത് അല്ല ഞങ്ങളെ? നമ്മളെ കജ്ജിലാണ് കിട്ടിയിരിക്കണത്. അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ശരിയായിക്കോളും. എന്നായിക്കോട്ടെ, പിന്നെ കാണാം. അങ്ങനെ ഗായ്സ്, ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ നാടൻ കറികളൊക്കെ ആട്ടോ. മുരിങ്ങൻ്റെ എല്ലാം താളിച്ചുണ്ട്, ചോറുണ്ട്. എന്താ കുഞ്ഞോളെ പറഞ്ഞോ? മാമ്പഴ പുളിശ്ശേരി എന്നൊക്കെ അവള് പറഞ്ഞതോ. ഇത് കല്ലുമ്മക്കായ റോസ്റ്റ്. പിന്നെ പപ്പടം പൊരിച്ചത്. ഒക്കെ തന്നെ ഉള്ളു. കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. എങ്കിലും ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇതൊക്കെയാണല്ലോ നമുക്ക് വേണ്ട ശരീരത്തിന് അല്ലേ? ഈ മുരിങ്ങൻ്റെ ഗുണങ്ങൾ എന്താണ് കുഞ്ഞോളെ? ഗ്ലാമർ കൂടുമോ? തന്നെ. അതാണോ എൻ്റെ ഗ്ലാമറിൻ്റെ രഹസ്യം? ഇവിടെ എന്താണ് വർത്താനം പറഞ്ഞത്? ഞാൻ ഇങ്ങോട്ട് തിരിച്ചു ക്യാമറ ബാക്കുക. അപ്പം നിങ്ങൾ കൂടും. ഞങ്ങളെ നമ്മളെടുക്കാൻ പോണത് വലിയ പെങ്ങൾ, അതായത് കുഞ്ഞിൻ്റെ വീട്ടിൽ കാട്ടാ പോണത്. ഒരു മുട്ട കുടിച്ചിട്ടാ
എന്തിനാ പോണു വെച്ചാല് കുഞ്ഞോള് അവിടുന്ന് ഒരു സാരി കൊണ്ട് പോന്നിക്കണ്. സാരി കുഞ്ഞോക്ക് എടുക്കാൻ അറിയില്ല ഇത്രയും കാലായിട്ട്. പക്ഷെ കുഞ്ഞോളടുത്ത് കിടക്കാച്ച സാരി ഉണ്ടാ എന്ന് വാങ്ങി കുഞ്ഞോളെ? മൈക്ക് എവിടെയാണോ അല്ലെ? അല്ല കൈ അങ്ങനെ വെച്ച് പറഞ്ഞിട്ട കാര്യം. 3-4 കൊല്ലം ബൈക്കുണ്ട്. 3-4 കൊല്ലം ബൈക്കല്ല. എന്താ സാരി ആണെങ്കിലും കണ്ട ഫ്രഷ് ആട്ടോ. ഇന്നലെ ഞാനോ എന്താ ഇനിയിപ്പോ ഞാൻ ആ പൊണ്ണിനെ നോക്കിയെന്നുള്ളത് വേണ്ടട്ടോ. ഞാൻ സൈഡിൽ നോക്കിയാണ് വണ്ടി വരണ്ട് നോക്കിയതാട്ടോ. അത്ര വലിയ സാരിയൊന്നുമല്ല, അത് മീഷോന്ന് വാങ്ങി. ഞാൻ പറഞ്ഞോളൂ കേട്ടില്ല. ആയിക്കോട്ടെ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഗായ്സ്. കുഞ്ഞിന്റെ വീട്ടിലേക്ക്. കുഞ്ഞിന്റെ വീട് ഒരു മുതലാട്ടോ. 150 വർഷം പഴക്കമുള്ള വീടാണ്. അതിന്റെ ഉള്ളിലൊരു ഇരുട്ടറൊക്കെ ഉണ്ട്. പറ്റുമെങ്കിൽ നമുക്ക് അതൊക്കെ കാണിച്ചു തരാം. ഓക്കെ എന്നാ പിന്നെ ആയിക്കോട്ടെ. അവിടുന്ന് കാണാൻ ബാക്കി. ആ മക്കളെ കുഞ്ഞിന്റെ പേരന്റെ അവിടെ എത്താനൊക്കെ ഉണ്ടോ? അതൊരു കുറച്ച് റിസ്ക് പിടിച്ച സ്ഥലം പോലെയാണ്. എന്തായാലും അടിപൊളിയാണല്ലോ കുഞ്ഞോളെ. ഇത് പിടിച്ച കുഞ്ഞോളെ മുന്നേക്ക് ഇങ്ങനെ പിടിച്ചിട്ടോ. വിരല് പെടണ്ട കേട്ടോ ക്യാമറയുടെ മുമ്പിൽ. പിന്നെ എല്ലാത്തിലും എൻ്റെ ചൂണ്ടാൻ വിരലേക്ക് ഉണ്ടാക്കുക. കാണില്ല റോഡൊക്കെ. ഇത് കുഞ്ഞിന്റെ മൂത്തച്ഛൻ്റെ വരെയാണ്. ഇടത്ത് സൈഡിൽ കാണുന്നത് കുഞ്ഞിന്റെ മൂത്തച്ഛൻ്റെ ഇളച്ചൻ്റെ വീട്. റൈറ്റ് സൈഡിൽ കാണുന്നത് മണ്ണെടുത്ത ഭൂമിയാണ്. കാണിച്ചു കൊടുക്കുമോളെ. അതിൻ്റെ സൈഡിൽ കാണുന്നത് റബ്ബർ തോട്ടമാണ്. അതിൻ്റെ അടിയിലൂടെ ഓടുന്നത് കാറാണ്. മറ്റാരതുമല്ല, ഞങ്ങളത് തന്നെ അല്ലേ. അതാണ് 150 വർഷം പഴക്കമുള്ള വീട് കുഞ്ഞിയുടെ. അവിടേക്കാണ് ഇനി നമ്മൾ പോകണം കേട്ടോ. വണ്ടി അങ്ങോട്ട് ഇറക്കണ്ട. ഓക്കെ ഇവിടെ വെച്ചാൽ മതി. ഞങ്ങളെ താഴത്ത് കൊക്കി അടുക്കൊണ്ടിട്ടോ. കുണ്ടടങ്ങായിയാണ്. നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയേക്കാം. ഇവിടെയൊക്കെ ഇപ്പം ഒന്ന് മഴ ആയതുകൊണ്ട് ഉച്ച ആയതുകൊണ്ട് വണ്ടീൻ്റെ വീല് ചിലപ്പോൾ അതിമ്പോൾ കടന്നിട്ട് കറങ്ങും. ഇതാട്ടോ മക്കളെ കുഞ്ഞിൻ്റെ വീട്. 150 വർഷം പഴക്കാണ്. എന്നാ ഞങ്ങളെ മൈക്കവിടെ കജ്ജമ്മല്ലേ? നമ്മളെടുക്ക പോണത്? ആ ഗൈസ് ഇന്ന് ഞാനൊരു വെള്ളയും വെള്ളിയിട്ടുണ്ട്. കുഞ്ഞോളെ ഒന്ന് കാണിച്ചാ കാണുന്ന രീതിക്കൊന്നേ ഫുള്ള് കാണുന്നുണ്ടോ? ഞാനങ്ങനെ വെള്ളയും വെള്ളയൊന്നും ഇടലില്ല ഗായ്സ്. എന്തായാലും ഒന്ന് ഇട്ടിട്ടുണ്ട്. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇട്ടത്തോളി. ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങളിപ്പോൾ ഇട്ടിട്ടില്ലെങ്കിലും നമുക്ക് സന്തോഷം തന്നെയാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് എന്തായാലും അല്ല ഒന്നുമില്ല, മനസ്സുകൊണ്ട് ഒന്നുമില്ല. മുന്നേക്ക് ഒക്കെ കിടക്കട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പൊളിഞ്ഞാടും. അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞിൻ്റെ വീട്. ഇത് കുഞ്ഞിൻ്റെ വീട്ടിലെ പശുക്കൾ. ഇങ്ങോട്ട് നോക്ക്. കുഞ്ഞോളെ ഇത് കുഞ്ഞിൻ്റെ ആല പശു ഉണ്ടോ? അതിൻ്റെ അടിയിൽ കൂല കൂ പറഞ്ഞിട്ട് മറ്റേ മയിൽ കുരക്കുന്നു. കുരക്കല്ല, കരയുന്നു അല്ലേ? ഇത് നമ്മളെ ചാമ്പക്ക. കുഞ്ഞേ ഇതാണ് നമ്മളെ കുഞ്ഞിട്ടോ. തട്ടടാതെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതിന് റബ്ബർ ഷീറ്റ് എന്നൊക്കെ പറയും നമ്മളെ നാട്ടിൽ. അപ്പോൾ പോയ കുഞ്ഞോളയുമ്പോൾ തൊട്ടൊക്കെ നിങ്ങൾ കോഴിക്കോട് ഭാഗത്തൊന്നും ഇല്ലാത്ത സാധനമാണത്. ആദ്യമായിട്ട് കാണുക അല്ലേ? അല്ലേ? ജീവിതത്തിൽ ആദ്യമായിട്ട് കുഞ്ഞോള് ഇതാ റബ്ബർ ഷീറ്റ് കാണാൻ പോകുന്നു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കുഞ്ഞിൻ്റെ വീട്. ഒരിക്കൽ കൂടി നമുക്ക് ശരിക്കും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒന്നും കൂടെ പിന്നീട് കേട്ടോ മക്കളെ. നമ്മളാ വീടിൻ്റെ 150 വർഷം പഴക്കമുള്ള വീടിൻ്റെ ഉൾവശം കണ്ടോളൂ. അജാ ഹായ് ഗായ്സ്. ഇതാണ് ഹീറ്റർ റൂമൊക്കെ. ഹീറ്റർ റൂം തന്നെയാണ്. അപ്പൊ അങ്ങനെ കുഞ്ഞോള് ഇതിന്റെ ഉള്ളിലേക്ക് മുണ്ടല്ലേ. കുഞ്ഞോള് ഇതിന്റെ ഉള്ളിലേക്ക് മാറ്റാൻ കയറിയിട്ടുണ്ട് സാരി. ബാ എന്നുവെച്ചാ നമുക്ക് ആ മോൾ കൂടെ ഒക്കെ ഒന്ന് പോയേക്കാം. വാ. എന്നാ കുഞ്ഞ് അതിന്റെ മോൾക്ക് പോകണ്ടായിരിക്കണം. അതൊക്കെ മുസൈക്ക് ഇട്ടിട്ട് കയറാന്ന് പറഞ്ഞേക്കാണ് കുഞ്ഞിനെ. കുഞ്ഞ് മുസൈക്ക് ഇട്ടിട്ട് കയറാന്നാ പറയുന്നത്. എന്നാ ഇതെന്താ തിന്നണത്? തരുവോ? തരുവോ? എന്നാ കൊണ്ട
കുഞ്ഞോളെ മാറ്റല് കഴിഞ്ഞിക്കണോ? കഴിഞ്ഞു. എന്നാ ഇറങ്ങിക്കോ. ഇതാരുടെ അടുത്തന്ന്? ഇത് എന്റെ നാത്തൂന്, അതായത് എന്റെ വലിയ പങ്ങള്. ഇത് പൊള്ളിച്ചല്ലോ കുഞ്ഞോളെ. ഒന്നുകൂടി നിന്നാ പൊളിച്ചത്തേക്ക്. എങ്ങനെയുണ്ട് ഗായ്സ് ഇതൊക്കെ? ഇതൊക്കെ അല്ലേ സാരി എടുക്കല്? അല്ല അവിടെ ഞാൻ അടക്കൊന്നും വേണ്ടേ? അല്ലല്ല എന്താണ് പറയണ്ട പറഞ്ഞോ. ഇജ്ജ് പറഞ്ഞോ, മൈക്ക് അടുത്ത് വെച്ചിട്ട് പറഞ്ഞോ. അടുത്ത് വെച്ചിട്ട് പറ. സാരി എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചത്തുനിന്ന് കാണാൻ കിട്ടുവാ. ഇതിന്റെ വലിയ നാത്തൂനായ കുഞ്ഞിത്താത്ത എടുത്തുന്ന സാരിയാണ്. എങ്ങനെയുണ്ട് നിങ്ങൾ പറയണട്ടോ. ഇങ്ങോട്ട് വാ. ഇനി അങ്ങനെ അടിയിൽ എന്നാലും കാണൂല. ഇനി ഇങ്ങോട്ട് പുറത്തേക്ക് വാ. ഇങ്ങോട്ട് വാ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ ബന്ധപ്പെടുക. കുഞ്ഞോളെ ഈ സാരിന്റെ വില എത്രയാണ്? അത് ചോദിക്കരുതല്ലേ. മീഷോന്ന് എടുത്തത്. പക്ഷെ 3 കൊല്ലം മുമ്പ് കുഞ്ഞോട് എടുത്ത 4 വർഷം മുമ്പ്. പക്ഷെ ഞാന് കൊറേ സാരി അങ്ങനെ എല്ലാവരും എടുത്തതാണ്. പക്ഷെ ഇത്ര വൃത്തിക്ക് ആദ്യമായിട്ട് ചെരുപ്പ് ഇട്ടുക്കണോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല. മാനുവിന്റെ ആ ചെരുപ്പ് ഇട്ടോ കുഴപ്പമൊന്നുമില്ല. ആരും കാണൂലല്ലോ. ചെരുപ്പല്ലേ ഈ ചെരുപ്പ് ഇട്ടോ. എന്നാ മാനുവിന്റെ ആണ് ഇതിട്ടോ. മാനുവിന്റെ പഴയ VKC ചെരുപ്പ് അതൊക്കെ ഉണ്ടോ? മറ്റേ നജാ ദത്തച്ച് തിന്നണേ. ചെറിയോ? ചെറിയ കൂരാട്ടത്തെ ചെറിയ അമ്മായിന്റെ ചെറിയനെ തിന്നണേ. അങ്ങോട്ട് വാ. ചെറീസാണ് അല്ലേ? നമ്മളല്ലേ നമ്മളെ അമ്മായിന്റെ മകനൊരു ചെറിയാണ്. അതാ ചെറി. ഇതാണ് ചെറി. മരത്തമ്മ ഫുള്ള് ചെറിയല്ലേ നജാ? അപ്പോ കുഞ്ഞേ കുഞ്ഞേ അതെന്തൊക്കെ കാട്ടാറുള്ളത്? അത് കുഞ്ഞോളെ ഞാൻ മാസ്ക് ഇട്ട് കാണാറുണ്ട്. ആ മയക്കം കുഞ്ഞിക്ക് എന്നാ വേണ്ട കുഞ്ഞിക്ക് വായിക്കൊണ്ട്. ഇതെന്താ കാട്ടണ്ടേ? നമ്മളെ അച്ചായന്റെ വീട്ടിലോ അവിടെ കൊടുക്ക. പേര് ഇത് അഡ്രസ് ചെയ്ത് ഒപ്പിടണോ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോൾ ആളെ നല്ല മറ്റേത് കുറച്ചില്ല ചെറീസ്. അപ്പോൾ 150 കൊല്ലം പഴക്കല്ല പര പ്രേതം ഉണ്ടാവും അല്ലേ കുഞ്ഞ്? അതിനൊക്കെ തളച്ചിക്കണല്ലേ? അപ്പോഴാണ് കുഞ്ഞ് എനിക്ക് ഇത് കാണിച്ചത്. ഇതിന്റെ പേരെന്താ കുഞ്ഞ്? മാതോളി നാരങ്ങ. അല്ല ഇവിടെ സകല ചാമ്പക്കന്റെ മരണ്ട്. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ മൾബറി അവിടെ ഉണ്ടായില്ലല്ലോ സാധനം. ഇപ്പോഴും ഉണ്ടോ? എന്നപ്പോ പറിച്ചാൻ പാക്കാം. പച്ചാണ്. അതുകൊണ്ട് എന്നാ പിന്നെ കാണട്ടെ. വേണ്ടേ യോ അയിമ കിടക്കണൊക്കെ മൾബറിയാന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാ മതി. ഒക്കെ നശിച്ചു. ഇവിടെ മൂത്തിട്ടില്ല. അടുത്ത മാസം ആകുമ്പോഴത്തേനൊക്കെ ആവില്ലേ കുഞ്ഞ്? അടുത്ത ആഴ്ചയിൽ ഉണ്ടാവും കേട്ടോ ഗായ്സ് ഇതിമ മൾബറി. അപ്പോൾ എനിക്ക് കുറച്ച് വേണ്ടി വരും കേട്ടോ കുഞ്ഞ്. ഇതൊക്കെയാണോലെ വീട് കേട്ടോ. എന്താ അല്ലേ മക്കളെ മയിലാള് അടുത്തുനിന്നാണ് മയില് കേട്ടോ. ആണും പെണ്ണും കൊണ്ടുണ്ടല്ലേ? ഓർക്ക് നമ്മൾ കെട്ടറും വേണ്ട കേട്ടോ. ഏതായാലും അങ്ങനെയൊക്കെ നാട് ഇവിടെ വേറെ മയില് കേട്ടോ. ഇവിടെ ഒരു പോലെ ഇവിടെ എവിടെ വേണ്ടോ ഇത് മയിലാണ്. ഈ സൂമിങ്ങില് കാണുന്നത്. അപ്പൊ ഗായ്സ് കുഞ്ഞോളെ സാരി ഇറ്റ ആ ഒരു ചടങ്ങും കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇതാ കുഞ്ഞിന്റെ ഇല്ലത്തുനിന്ന് ഞങ്ങള് യാത്ര പോവുകയാണ് നമ്മളെ വീട്ടിലേക്ക്. ഇൻഷാ അല്ലാഹ് പേടിയൊന്നും ഒരു മട്ടത്തിനായിട്ടില്ല എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. അതൊക്കെ ആകുമേ കേട്ടോ. നമുക്ക് തന്നെ പിന്നെ കാണാം. അല്ല നല്ലത് കേട്ടോ. ഇൻഷാ അല്ലാഹ് എല്ലാരോടും ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും.